പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ആവശ്യപ്രകാരം പലരും ചോദിച്ചിരിക്കുന്ന സൈസ് പല പ്രാവശ്യം ചോദിക്കുന്നത് 44, 45, 46, 48, 50 വരെയുള്ള സൈസുകൾ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാ ആവശ്യപ്രകാരവും നിങ്ങൾക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 44 ഇഞ്ച് വണ്ണം ബോഡി വണ്ണം ഉള്ളതും 40 ഇഞ്ച് ഇടവണ്ണമുള്ള ഒരു വലിയ കട്ടിങ്ങാണ്. അപ്പോൾ ഈ കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഒരു സൈസാണ്. ഈ സൈസിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? ഷോൾഡറായിട്ടും കൈനീളമായിട്ടും കൈക്കുഴിയായിട്ടും ഡാട്ടിൻ്റെ അളവിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അവയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൈസ് 44 പഠിച്ച് വെച്ചാൽ 45, 46, 43 എത്രത്തോളം നിങ്ങൾക്ക് വ്യത്യാസം വരുത്തി അത് ചെയ്യാൻ പറ്റും. മറ്റ് സമയം കിട്ടുവാണ് ഈ പറഞ്ഞ സൈസുകളെല്ലാം നമുക്ക് ചെയ്തിടാം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 44 16 ഇഞ്ച് ഇറക്കമാണ്. അധികം സമയം കളയാതെ നമുക്ക് ഇതിലേക്ക് പോകാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു ബുക്കിൽ തന്നെ കുറിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം 16 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം. 16 ആ 16 ആദ്യം മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഇനി ഇതിന് നമ്മൾ കൊടുക്കുന്നത് 6.5 ഇഞ്ച് ഷോൾഡറാണ്. അതായത് 13 ഇഞ്ച് ഷോൾഡർ. 13 ഷോൾഡർ 13 ഇഞ്ച് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തു. 4 ഇഞ്ച് അതിൽ നിന്ന് കുറച്ച് 6.25 നമ്മൾ കൈക്കുഴിക്ക് മാർക്ക് ചെയ്തു. 6.25 കൈക്കുഴിയും 6.5 ഷോൾഡറും ഇത്രയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് 9.5 ഇഞ്ചാണ്. നല്ല വൈഡ് ഡീപ്പ് നെക്കാണ്. അപ്പോൾ 9.25 നമ്മൾ മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് നെക്കിന് വൈഡ് കൊടുക്കണം. നെക്ക് വൈഡ് 3 ഇഞ്ച്. ഇപ്പോൾ നമ്മൾ 3 ഇഞ്ച് താത്തു. നന്നായിട്ട് ഈ സ്ക്വയർ തന്നെ വരച്ചു. ഇതിന് ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി വണ്ണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 44 4ൻ്റെ കൂടെ 44 4 കൂടെ ചേർത്ത് 48. 48ൻ്റെ 4ൽ 1 12 ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ. അപ്പം ഞാനതൊന്ന് പറഞ്ഞു തരാം. 44 ടൈറ്റ് വണ്ണം പ്ലസ് 4 ഡിവൈഡ് ബൈ 48. ഈ 48ൻ്റെ 4ൽ 1 12. അങ്ങനെയാണ് നമ്മൾ ഈ ബോഡി വണ്ണം കൊടുക്കേണ്ടത്. 40 ഇഞ്ചാണ് ഇടവണ്ണം. 40 ഇഞ്ചിൻ്റെ 4ൽ 1 10. ഇത്രയും മാർക്ക്. ഇതിത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്നേകാൽ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് കൊടുക്കണം. 1.25 ഇവിടെ കൊടുത്തു. 1.25 ഇഞ്ച് ഇവിടെയും കൊടുത്തു. തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളതാണ്. ഇനി ഇത് നമ്മളിവിടെ ഒരു 1.25 ഇവിടെ മാർക്ക് ചെയ്യണം. അതായത് ഈ സെൻറ്റർ കോണിൽ 1.25 മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് 6.25 നമ്മൾ കൈക്കുഴി താത്തത്. 3 ഒരു പോയിൻറ്റും. എന്നിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ ഇതിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ. അപ്പം 1.25 ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഈ 1.25 നിന്ന് ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഈ കൈക്കുഴി കൊണ്ടുപോകണം. ഒരു കാരണവശാലും അതിൽ മാറ്റം വരുത്തല്ല. അതിൽ മാറ്റം വരുത്തിയാൽ നമ്മൾക്ക് കൈക്ക് ഏറ്റവും കൂടുതൽ ചുളിവുകൾ വരും. ഈ ഭാഗം 1.5 1.25 നമ്മൾ 1.5 ഒട്ടും കുറയാൻ പാടില്ല. ഒന്നെങ്കിൽ പുറകോട്ട് തന്നെ വലിക്കുമ്പം കൈ ടൈറ്റായിട്ട് കുമ്പള പോലെ പൊങ്ങി നിൽക്കും. അപ്പം ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. 1.25 ഇവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ കൈക്കുഴിയുടെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 1.25 കൂടെ കയറി ഇവിടെ വരുന്നു. അപ്പം പിന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ യു വരയ്ക്കണം. യു വരയ്ക്കുന്ന ഇവിടുന്ന് നിങ്ങൾ അങ്ങനെ കണക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും. അപ്പോൾ ഇതും കറക്റ്റ് നിങ്ങൾക്ക് യു കിട്ടും.
ഇത്രയുമാണ് നമ്മൾ 44 സൈസും 40 ഇഞ്ച് ഇടവണ്ണവുമുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. നല്ലപോലെ അത് അതേ മാർക്കിലൂടെ തന്നെ വെട്ടിയെടുക്കും. സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കുള്ള സാരി ബ്ലൗസിൻ്റെ ഏതൊക്കെ ഭാഗത്തുള്ളതാണ് നിങ്ങളുടെ സംശയം എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം. അത് കമൻ്റ് ഇടുക. അത് നമ്മൾക്ക് കമൻറ്റിൽ അതിനുള്ള മറുപടിയും തരുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ടിങ്ങിലേക്ക് പോകാം. ഞാൻ ഈ ബാക്ക് പീസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇത്രത്തോളമാണ്. നമ്മൾ 4 ഇഞ്ച് ഈ ഭാഗത്ത് തുമ്പ് വരുന്ന പോലെ തന്നെ ഇടണം. വരുന്ന പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഞാൻ ഇത് കട്ട് പീസിലാണ് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളിടുമ്പം കറക്റ്റായിട്ട് തന്നെ 36 ഇഞ്ച് വീതിയുടെ ഏകദേശം 1.30 അളവ് വരുന്നുണ്ട്. ഇനി 1.40 ആയാലും കുഴപ്പമില്ല. ഫ്രണ്ടിനേക്ക് നമുക്ക് 6 ഇഞ്ച് തീർന്ന് കിട്ടണം. അപ്പോൾ 1/2 ഇഞ്ച് അവിടെ തുമ്പ് തള്ളിയിട്ട് കറക്റ്റ് 6.25 മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് സ്ക്വയർ വരച്ചിട്ട് നന്നായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഇത്രയും വണ്ണമുള്ള ബ്ലൗസാണ്. പരമാവധി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. 1.5 ഇഞ്ച് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം. ഈ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിങ്ങനെ സ്ട്രെയിറ്റ് വരച്ച് വെച്ചോ. ഇങ്ങനെ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ മാർക്കിൽ നിന്നും 3.25 ഇവിടെ മാർക്ക് ചെയ്യണം. 3.25 മാർക്ക് ചെയ്യുന്നത് ഈ മാർക്കിൽ നിന്നും 3.25 ഇങ്ങോട്ട്. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. അതൊരു കാരണവശാലും തെറ്റല്ല. 3.25 ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ തയ്യൽ തുമ്പ്, അത് ബാഗിൻ്റെ തയ്യൽ തുമ്പിൽ ഇങ്ങനെ നല്ല ക്രോസിൽ വരയ്ക്കുകയാണ്. ഇനി നമ്മൾ 4.5 ഇഞ്ചാണ് ബെൽറ്റ് കൊടുക്കുന്നത്. അപ്പം കറക്റ്റ് ബെൽറ്റിന് 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 4.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് വെച്ചോണം. ഇതുകൊണ്ട് ഇങ്ങനെ ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പീസ് ഇട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈ ഭാഗം ഇത്രയും വെട്ടിക്കളയുന്നു. നിങ്ങൾ 36 ഇഞ്ച് വീതിയിൽ വെട്ടുമ്പോൾ ഇത്രയും ഒരു കട്ട് പീസ് നിങ്ങൾക്ക് വരത്തില്ല. ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ 4 ഇഞ്ച് തുമ്പ് തള്ളി ഇങ്ങനെ തന്നെ വെട്ടണം. ഇപ്പം നമ്മൾ ചെയിനായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്തു പോവുക. അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വെട്ടാൻ പറ്റും. ഇത്രയും ഒരു വലിയ ബ്ലൗസ് ആണെങ്കിൽ പോലും നമ്മുടെ കണക്കുമായിട്ടൊരു ജോയിൻറ്റ് വന്നു കഴിയുമ്പോൾ ഇതൊരു കാരണവശാലും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ഈസി ആയിട്ട് തന്നെ ഇത് തോന്നും. വലിപ്പം കൂടും തോറും അത് ഒരു പ്രശ്നവും ഇല്ലാതെ മാറും. ഈസി ആയിട്ട് വെട്ടി തയ്ക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് അങ്ങ് മാറ്റാം. ഈ ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ 4.25 ഇവിടെ മാർക്ക് ചെയ്യണം. 4.25 മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് 11 ഇഞ്ചാണ് ഡാട്ടിൻ്റെ മെയിൻ ഡാട്ടിൻ്റെ ലെങ്ത്. 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഈ ബെൽറ്റ് കൂട്ടി ഒരു വര ഇങ്ങനെ വരയ്ക്കണം. വരച്ചിട്ട് 3.25 നമ്മുടെ ഡാട്ട് ലെങ്ത്. പോയിൻറ്റും ഇത്രയും പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ വരച്ച് വെക്കണം. വര കൊടുത്തു. ഇനി ഈ ഭാഗത്ത് ഈ ലൈനിൽ നിന്നും ഈ ഭാഗത്ത് 3/4 ഇഞ്ച് താഴ്ത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് ഇവിടുന്ന് ഈ 3/4 ഇഞ്ചിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലാവും? ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ്. ബെൽറ്റ് പീസ് നമുക്ക് ആദ്യമേ വെട്ടിയെടുക്കാം. ഇനി ബെൽറ്റ് പീസിൻ്റെ കണക്ക് നമുക്ക് നോക്കാം. 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് 40 ഇഞ്ചാണ് നമ്മുടെ ഇടുപ്പിൻ്റെ വണ്ണം.
അതിൻ്റെ 4/1 ഇവിടെ മാർക്ക് 40 ഇഞ്ചിൻ്റെ 4/1 നമ്മൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത്. പിന്നെ 1.25 കൂടെ മാർക്ക് ചെയ്തിട്ട് 40 അതിൻ്റെ 4/1 10 അങ്ങനെയാണ് അവിടെ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് നന്നായിട്ട് ക്രോസിൽ വരയ്ക്കണം. കാരണം ഇത്രയും വണ്ണം കൂടിയ ബ്ലൗസാണ്. അപ്പം അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് ക്രോസിൽ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്ത് എടുത്ത് വിടണം. 4 ഇഞ്ച് അത് കുത്തനെ എടുക്കരുത്, ഒരു ഓവൽ ഷേപ്പിൽ വേണം 4 ഇഞ്ച് എടുക്കാൻ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. 4 ഇഞ്ച് എന്തെങ്കിലും ഉള്ളൂ നമ്മുടെ നെക്കൊക്കെ ഒന്ന് ഡീപ്പായിട്ട് വലിഞ്ഞ് നിൽക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും. ഇനി ഫ്രണ്ട് പീസ്, ഫ്രണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു 3/4 ഇഞ്ചോളം നമുക്ക് ഈ 2 സൈഡിൽ നിന്നും എടുത്ത് കളയാറുണ്ട്. അപ്പോൾ ഡാട്ടിൻ്റെ സെൻറ്റർ നമ്മളൊന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 3/4 ഇഞ്ച് ആ ഒരു ഭാഗത്ത് ചോക്കിനൊരു മാർക്ക് കൊടുത്തിട്ട് ഒരു ഷേപ്പ് സ്കെയിലെടുത്ത് നമ്മൾ വരച്ചാലും വളരെ വൃത്തിയായ രീതിയിൽ തന്നെ നമുക്ക് വരച്ച് അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്തു. അങ്ങനെ മാർക്ക് ചെയ്തു ഒരു 3/4 ഇഞ്ച്. അതായത് ആ ഡാട്ടിൻ്റെ ആ വര ഫൈനൽ വരുന്ന ആ മാർക്കിൽ നിന്ന് വേണം 2.25 ഇഞ്ച് എടുത്ത് കളയാൻ. അത് കുത്തനെയല്ല, ഒരു ഓവൽ റൗണ്ട് ഷേപ്പിൽ വേണം അത് എടുത്ത് കളയാൻ. അപ്പം നമ്മുടെ ബെൽറ്റ് പീസ് പിടിപ്പിക്കുമ്പം കറക്റ്റായിട്ട് ഷേപ്പിൽ കിട്ടുവാൻ വേണ്ടിയാണ് ആ ഒരു ഇതെടുത്ത് കളയുന്നത്. എന്നിട്ട് ഈ സെൻട്രൽ ഡാട്ട് നമ്മൾ ഈ മെയിൻ ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ സെൻട്രൽ ഡാട്ടിലേക്ക് പോകുന്നത്. അപ്പം സെൻട്രൽ ഡാട്ട് നമ്മുടെ മെയിൻ ഡാട്ടിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കയറി ഒരു 3.25 വരുന്ന പോലെ മാർക്ക് ചെയ്യണം. അതങ്ങനെ തന്നെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഏകദേശം നമ്മുടെ ആ മെയിൻ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് ഒരു 4 ഇഞ്ച് എടുത്ത് കളയണം. നമ്മുടെ നെക്കൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുവാനും ഒക്കെ വേണ്ടി ആവശ്യത്തിന് വളരെ നല്ലതാണ്. ഒരു 4 ആ 4 ഇഞ്ച് എടുക്കുമ്പോഴും നമ്മൾ കുത്തനെ എടുക്കല്ല, ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ വേണം ഇടാൻ. 1.25 ഇഞ്ച് ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തിട്ട് ഏകദേശം 3/4 ഇഞ്ച് 1/2 ഇഞ്ച് വരുന്ന പോലെ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടണം. അതൊക്കെ അത്രയും എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം. ഒറ്റ ആ ഒരു വെട്ടിന് തന്നെ മൊത്തം വെട്ടിപ്പോണം. കാരണം ഇപ്പം അത് കുഴിച്ച് വെട്ടുമ്പോൾ കണ്ടോ, കത്രി എടുക്കാതെ തന്നെ കറക്റ്റായിട്ട് വെട്ടണം. അതുപോലെ തന്നെ, കാരണം അതിൻ്റെ ഷേപ്പ് വലിയ വ്യത്യാസം വരും. എന്നിട്ടും ഏകദേശം നമ്മൾ അവിടെ ഒരു മാർക്ക് കൊടുത്താൽ 1.25 തന്നെ നമുക്ക് ആ മാർക്ക് കിട്ടണം. ഇനി ആ നമ്മുടെ സെൻട്രൽ ഡാട്ടിൽ നിന്നും ഏകദേശം 1.5 ഇഞ്ച് വ്യത്യാസം വരുന്നത് പോലെ കൈക്കുഴി ഡാട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 ഡാട്ടിൻ്റെ മാർക്ക് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 3 ഡാട്ടും അതുപോലെ തന്നെ നമുക്കൊരു വ്യത്യാസം പറഞ്ഞു. ഏകദേശം വലിപ്പമുള്ളൊരു ബ്ലൗസാണ്. നമ്മൾ 4/1 അതായത് 12 ഇഞ്ച് ഫ്രണ്ട് പീസേ നമുക്ക് മേലുഭാഗം കൈക്കുഴിയുടെ തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം അളന്ന് നോക്കണം. എന്താണെന്ന് വെച്ചാൽ അത്രയും വലിപ്പമുള്ള ബ്ലൗസാണ്. തയ്ച്ചു വരുമ്പോൾ ഫ്രണ്ട് ഒരു കാരണവശാലും ടൈറ്റായി പോകരുത്. എത്ര ഇഞ്ച് വണ്ണമുണ്ടോ അതിൻ്റെ 4/1 ഫ്രണ്ട് പീസിൽ കിട്ടുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് 1.25 തയ്യൽ തുമ്പും ഉണ്ടോ എന്ന് പ്രത്യേകം അളന്ന് നോക്കിക്കോണം. അപ്പോൾ നമുക്ക് അതിന് മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു പ്രധാന ഘടകമുണ്ട്. ബാക്ക് പീസ് വെച്ച് ഫ്രണ്ടും ബെൽറ്റും വെച്ച് ഇതിൻ്റെ സൈഡ് ഭാഗം കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. നോക്കുന്നതിന് ആ മെയിൻ ഡാട്ടും നമ്മൾ അങ്ങനെ കൈകൊണ്ട് പിടിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഒപ്പത്തിന് വെച്ചാൽ മതി. ബെൽറ്റ് പീസ് എടുത്തും ഒപ്പത്തിന് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് സൈഡ് പ്രത്യേകം നോക്കിക്കോണം. കാരണം സൈഡ് നമ്മൾ പ്രധാന ഘടകമാണ്. സൈഡ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബ്ലൗസ് ശരിയാകത്തില്ല. ബ്ലൗസിൻ്റെ മൊത്തത്തിലുള്ള സെൻറ്റർ മാറിപ്പോവും. ഫ്രണ്ട് ചിലർ കുറവ് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു കട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഫ്രണ്ട് കുറവ് വന്നു പോയി കൈക്കുഴി കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് വലിയ പ്രശ്നങ്ങൾ വരുന്ന ഒന്നാണ് സൈഡ്. ഇപ്പം ഞാൻ എങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നോ അതുപോലെ തന്നെ സൈഡ് ഇരിക്കണം. ഇനി ഫ്രണ്ട് കുറഞ്ഞു പോയാൽ ബാക്ക് പീസ് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഡാട്ടിൻ്റെ ഇത് പോകും, സെൻറ്റർ മാറിപ്പോവും, ചുളിവ് വരും, വളരെയധികം പ്രശ്നങ്ങൾ വരും. അപ്പം പ്രത്യേകം നിങ്ങൾ ഈ സൈഡ് മെയിനായിട്ട് ചെക്ക് ചെയ്യണം. വെട്ടിയ ഭാഗങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. ഇനി നമുക്ക് കൈ വെട്ടുന്ന കാര്യങ്ങളിലേക്ക് പോകാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. എപ്പോഴും അത് സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യണം പഠിച്ചു പോകുന്നവർ. 7 ഇഞ്ചാണ് കൈ നീളം. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ മാർക്ക് കൊടുത്തിട്ട് 1.25 ഇഞ്ച് നമ്മൾ ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്യണം. 1.25
കണ്ടോ ഹെമ്മിങ്ങിന് കൊടുക്കണം. നിർബന്ധമായിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്ത് പോകണം. 14 ഇഞ്ചാണ് കൈ ലൂസ്, അത് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് കൈയുടെ എവിടെയും തുമ്പ് കൊടുത്തു. 4 ഇഞ്ച് നമ്മൾ കൈയുടെ റൗണ്ടിന് വേണ്ടി താത്തിട്ട് ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ചാണ്. അപ്പം 44 ആയതുകൊണ്ട് അതിൽ 1 ഇഞ്ച് കുറച്ച് 1/4 11 അതിൽ 1 ഇഞ്ച് കുറച്ച് നമുക്ക് തീർന്ന് കിട്ടുന്ന അളവ് പ്രത്യേകം നോക്കിയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ 10 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കിക്കോണം. നോക്കി അങ്ങനെ 10 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെട്ടിയ ആ ബാക്ക് പീസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ തന്നെ നോക്കണം. കാരണം ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ച് ഏതളവാണ് നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടണം. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ തുമ്പും കൊടുത്തിട്ട് ബാക്ക് പീസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ വെട്ടിയത് കറക്റ്റാണോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1/4 ഇഞ്ച് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു സമയം നമുക്കുണ്ട്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ചെയ്യാൻ. ഇത്രയും വലിപ്പമുള്ള ബ്ലൗസാണ് എങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും അറിഞ്ഞാൽ വെട്ടാൻ പറ്റും. ഇപ്പോൾ കൈ വെട്ടിയെടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം കൈയുടെ ആ ഒരു ഷേപ്പ് നീളം കുറഞ്ഞൊരു കൈ തന്നെയാണ്. 14 ഇഞ്ച് കൈ ലൂസ് നമ്മൾ എഴുതി കൊടുക്കണം. കാരണം ഒരു ടൈലർ തയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകാൻ വേണ്ടിയാണ്. എല്ലാ തയ്യൽ തുമ്പളും മാർക്ക് ചെയ്ത് വേണം വേറൊരാൾക്ക് തയ്ക്കാൻ കൊടുക്കാൻ. നമ്മൾ സ്വയമേ ചെയ്യുവാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി നമുക്ക് പ്രധാനം കൈയുടെ ഫ്രണ്ട് കുഴിച്ച് കിട്ടും. 1.25 ഇഞ്ച് ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തു, 2.5 ഇഞ്ച് മേളിൽ നിന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം. അത് 6 ഇഞ്ചുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ച് വരുന്നിടത്ത് 3/4 ഇഞ്ച് തീർന്ന് നമ്മൾ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടണം. അതാണ് അതിൻ്റെ കണക്ക്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ കണക്ക് നോക്കാം. കണ്ടോ, അങ്ങനെ തന്നെ വെട്ടുക. അങ്ങനെ വെട്ടാം. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ആ ഒരു കണ്ടോ വെട്ടിയ ആ ഒരു പീസ് കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വെട്ടുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടിയതും കണ്ടതാണ്. 1.25 ഇഞ്ച് താത്ത 3/4 ഇഞ്ച് 1/2 ഇഞ്ച് ഇടയിൽ വരുന്നത് പോലെ ഫ്രണ്ട് കുഴിച്ച് വെട്ടി. അപ്പോൾ അതും ആയിട്ട് കൈ മാച്ച്. ഞാൻ ഒന്നും കൂടെ നൂർത്ത് കൈ കാണിക്കാം. ഇത് കണ്ടോ, കൈയുടെ ഒരു ഷേപ്പ് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ തന്നെ കൈ വെട്ടണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ 44 ഇഞ്ച് സൈസിൻ്റെ ബാക്ക് പീസ് കറക്റ്റായിട്ട് ആദ്യം വെട്ടിയെടുത്തു. ഫ്രണ്ട് പീസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതി വെട്ടിയെടുത്തു. ബെൽറ്റ് പീസ്, പിന്നെ കൈ, ഇത്രയും ഭാഗം നമ്മൾ ഒരു വലിയ സൈസിൻ്റെ കട്ടിങ് പലരും ചോദിച്ചിരുന്നു. ആ ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ബുക്കിൽ കുറിച്ചിടുകയും എല്ലാവരും അത് തയ്യൽ രീതിയിലേക്ക് മാക്സിമം പകർത്താൻ ശ്രമിക്കുക. ഞാൻ വെട്ടിയത് എല്ലാം വളരെ കറക്റ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങളുടെ സ്വന്തം ഐഡിയയും മറ്റ് ആശാമാരുടെ കീഴിൽ പഠിച്ചവർ അവരുടെ ഐഡിയയും കൂടെ കൂട്ടിച്ചേർത്ത് തനതായ ശൈലിയിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് ഒരു മെത്തേഡ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും കിട്ടും.